വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷനകത്ത് വരുന്ന മില്ലിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. സോ കുറച്ച് പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ വിൽ സ്റ്റാർട്ട്. എന്താണ് മില്ലിംഗ് എന്ന് മോസ്റ്റ് ഓഫ് യു എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഈ മില്ലിംഗ് ഓപ്പറേഷൻ എന്നല്ല, അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു മില്ലിംഗ് ഓപ്പറേഷൻ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഡയഗ്രാം, ഒരു ജിഫ് ഫയൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പറേഷൻ ആണ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഡെഫിനിഷനായിട്ട് എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ മില്ലിംഗ് മെഷീൻ ഈസ് എ മെഷീൻ ടൂൾ ദാറ്റ് റിമൂവ്സ് മെറ്റൽ ആസ് എ വർക്ക് ഈസ് ഫെഡ് അഗൈൻസ്റ്റ് ദ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. മില്ലിംഗ് മെഷീൻ ടൂളിനെ പറ്റിയിട്ടാണ് പറയുന്നത്, മില്ലിംഗ് മെഷീനെ പറ്റിയിട്ട്, മില്ലിംഗ് ഓപ്പറേഷൻ അല്ല, മില്ലിംഗ് മെഷീനെ പറ്റിയിട്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു മെഷീനിങ് ഓപ്പറേഷൻ ടൂൾ ആയതുകൊണ്ട് തന്നെ അവിടെ മെറ്റീരിയൽ റിമൂവലിനാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു വർക്ക് പീസിനകത്തുനിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു മെഷീൻ ടൂളാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. ലെയ്ത്ത് പോലെയോ ഡ്രില്ലിങ് പോലെയോ ഒക്കെ തന്നെ ഒരു മെഷീൻ ടൂളാണ്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് ഈസ് ഫെഡ് അഗൈൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടർ. ലെയ്ത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പറേഷനാണ് ലെയ്ത്ത് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂള് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്നാണ് നമുക്ക് പറയുന്നത്. അതിന്റെ ഒരു ഒറ്റ പോയിന്റ്, ആ ഒരു ലൈനിൽ മാത്രമാണ് കട്ടിംഗ് ആക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അറിയാമെന്ന് വിചാരിക്കുന്നു. ആ കട്ടിംഗ് പോയിന്റിൽ മാത്രമാണ് കട്ടിംഗ് ആക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ലെയ്ത്തിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് വർക്ക് പീസിനെയാണ്. വർക്ക് പീസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയും ടൂൾ നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് വ്യത്യാസം നോക്കിയേ, വർക്ക് ഈസ് ഫെഡ് അഗൈൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടർ. സോ ഇവിടെ ടൂളാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇതൊരു സ്ലോ മോഷൻ വീഡിയോ ആണ്. ടൂള് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂളിലേക്കാണ് വർക്ക് പീസിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. സോ വർക്ക് പീസിനെ ഫീഡ് ചെയ്യാന്ന് പറയുന്നത് ചില കേസ്, മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ വർക്ക് പീസിനെ തന്നെയാണ് മൂവ് ചെയ്യിക്കുന്നത്. ടൂള് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുകയായിരിക്കും. ഇനി ചില കേസിൽ വർക്ക് പീസ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ടൂളിനെ നമ്മൾ മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, എനിവേ ടൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മില്ലിംഗ് മെഷീനകത്ത് ടൂൾ എന്താണ്? സ്റ്റേഷനറി അല്ല, റൊട്ടേറ്റിംഗ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് മൾട്ടി പോയിന്റ് കട്ടർ ആണ്. ലേറ്റിനകത്തെ കൂട്ട് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, മൾട്ടി പോയിന്റ് കട്ടറാണ്. അതായത് ഒരു ടൂളിനകത്ത് തന്നെ കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡിഫറെന്റ് പോയിന്റ്സ് ഓഫ് കട്ടിംഗ് പോയിന്റ്സ് കാണും. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, കുറെ ടൂൾസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ കൂട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഒരു മില്ലിംഗ് കട്ടർ വരുന്നത്. ഓക്കെ, സോ ഇതൊരു ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടർ മാത്രമാണ്. എല്ലാ മില്ലിംഗ് കട്ടർ ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. ഇത് ഒരു വെർട്ടിക്കൽ മില്ലിംഗ് മെഷീനകത്ത് വരുന്ന ഒരു മില്ലിംഗ് കട്ടർ ആണ്. ഓക്കെ, സോ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടർ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ടൈപ്സും പഠിക്കുന്നതാണ്. എല്ലാത്തിനകത്തും പക്ഷേ മൾട്ടി പോയിന്റ് ആയിരിക്കും, എല്ലാത്തിനകത്തും മൾട്ടി പോയിന്റ് ആയിരിക്കും, എല്ലാത്തിനകത്തും റൊട്ടേറ്റിംഗും ആയിരിക്കും. ഓക്കെ, ഫൈൻ. The cutter rotates at a high speed and because of the multiple cutting edge, it removes the metal at a very fast rate. ഒത്തിരി ഒരു ടൂളിനകത്ത് തന്നെ കുറെ മൾട്ടി പോയിന്റ്സ് ആയിട്ടുള്ള കട്ടിംഗ് എഡ്ജ് ഉള്ളത് കൊണ്ട് തന്നെ അത് സെയിം ടൈമിൽ റൊട്ടേറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ റിമൂവൽ ആയിരിക്കും നമുക്ക് മില്ലിങ്ങിനകത്ത് കിട്ടുന്നത്. ദ മെഷീൻ ക്യാൻ ആൾസോ ഹോൾഡ് വൺ ഓർ മോർ നമ്പർ ഓഫ് കട്ടേഴ്സ് അറ്റ് ദ സെയിം ടൈം. ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഒരൊറ്റ മില്ലിംഗ് കട്ടർ ആണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു മില്ലിംഗ് കട്ടറിനകത്ത് തന്നെ കുറെ മൾട്ടി പോയിന്റ്സ് ആയിട്ടുള്ള കട്ടിംഗ് പോയിന്റ്സ് ഉണ്ട്. അതല്ല, രണ്ട് കട്ടറുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, നമ്മളത് മില്ലിംഗ് കട്ടേഴ്സിന്റെ ടൈപ്സ് പഠിക്കുന്ന സമയത്തൊക്കെ അത് കാണും. ഒരു മെഷീനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് മില്ലിംഗ് കട്ടേഴ്സ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ മെഷീൻ ക്യാൻ ആൾസോ ഹോൾഡ് വൺ ഓർ മോർ നമ്പർ ഓഫ് കട്ടേഴ്സ് അറ്റ് എ ടൈം. ദിസ് ഈസ് എ സുപ്പീരിയർ ടു ദ അതർ മെഷീനിങ് റിഗാർഡ്സ് ദ ആക്യുറസി ആൻഡ് ബെറ്റർ സർഫസ് ഫിനിഷ്. ബാക്കിയുള്ള ലെയ്ത്തുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ സർഫസ് ഫിനിഷ് ആൻഡ് ആക്യുറസി ഒക്കെ തരുന്ന ഒരു മെഷീനിങ് ഓപ്പറേഷൻ ആണ് എന്ന് പറയുന്നത് മില്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡിസൈൻ ഫോർ മെഷീനിങ് അറ്റ് വെറൈറ്റി ഓഫ് ടൂൾ റൂം വർക്ക്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീനിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മില്ലിങ് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെപ്പ് കട്ടിങ്, ഗ്രൂവിങ്, ഫോമിങ്, സോ അങ്ങനെ കുറെ ഓപ്പറേഷൻസ് നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും ഈ മില്ലിംഗ് മെഷീനകത്ത് തന്നെ. Now, എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് മില്ലിംഗ് മെഷീൻ? ഇൻ മില്ലിംഗ് ദ കട്ടർ ഹാസ് എ റോട്ടറി മൂവ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. കട്ടറിന്, മില്ലിംഗ് കട്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ മൂവ്മെന്റ് ആണ്. ഇത് നേരത്തെ PSC വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് പോലെ ലെയ്ത്തിനകത്ത് എങ്ങനെയാണ്, ലെയ്ത്തിനകത്ത് ടൂൾ ഈസ് സ്റ്റേഷനറി ആൻഡ് വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ്, അല്ലെങ്കിൽ ടൂൾ ഈസ് ഫിക്സ്ഡ് അറ്റ് എ പോയിന്റ്, അങ്ങനെ ടൂൾ പോസ്റ്റിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു, ആൻഡ് വർക്ക് പീസ് ഈസ് റൊട്ടേറ്റിംഗ്. മില്ലിങ്ങിനകത്ത് നമുക്ക്
വർക്ക് പീസ് ഫീഡ് ചെയ്യുകയാണ് ആൻഡ് ദ ടൂൾ ഈസ് റൊട്ടേറ്റിംഗ് ആൻഡ് ഡ്രില്ലിംഗ്. അങ്ങനെ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കട്ടറിന് എന്താണ് റൊട്ടറി മൂവ്മെന്റ് ആണുള്ളത്. ഡ്രൈവിംഗ് ദ മില്ലിംഗ് ആർബർ അറ്റ് വേരിയസ് റൊട്ടേഷൻ സ്പീഡ്. നോക്കി, ഈ കട്ടർ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെന്ന് പറയുന്നത് പല സ്പീഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ യൂസിങ് എ സ്പിൻഡിൽ, ഒരു സ്പിൻഡിലിനകത്തായിരിക്കും നമ്മൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ മില്ലിംഗ് കട്ടറിനെ. സോ ആൻഡ് എൻഡിൽ ഒരു ആർബർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഇവിടെ കാണും. ആർബർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മില്ലിംഗ് കട്ടറിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. സോ ഇത് പല സ്പീഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ഗിയേഴ്സ് ആൻഡ് ക്ലച്ച്. ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് വേരിയസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വേരിയസ് സ്പീഡ് ഇൻ ദ സെൻസ് വേരിയസ് റൊട്ടേഷൻ സ്പീഡ്. ഓക്കെ, ഒമേഗ എന്ന് നമ്മൾ പറയത്തില്ല, ആംഗുലാർ വെലോസിറ്റി. സോ വേരിയസ് ആംഗുലാർ വെലോസിറ്റിയിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ വേരിയസ് ആംഗുലാർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡയമീറ്ററിലുള്ള മില്ലിംഗ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെയിം പെരിഫറൽ സ്പീഡ് കിട്ടാൻ പറ്റും. സെയിം പെരിഫറൽ സ്പീഡ് മീൻസ് നിങ്ങൾ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വി എന്ന് പറയുന്നത് അതിന്റെ സർഫസിലുള്ള പെരിഫറൽ വെലോസിറ്റി ആണ്. വി ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് ആ ഡയമീറ്റർ ഓഫ് ദ കട്ടർ, റേഡിയസ് ഓഫ് ദ കട്ടർ ആണ്. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ആണ്. സോ നമ്മളിവിടെ ഗിയർ യൂസ് ചെയ്തിട്ട് സ്പിൻഡിലിന്റെ സ്പീഡ് വേരി ചെയ്യാണ്. സോ ഒമേഗ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒമേഗ ഇൻക്രീസ് ചെയ്തിട്ട് ആർ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം വി സിക്കൽ ആർ ഒമേഗ അല്ലേ. സോ ഒമേഗ കൂടുമ്പോൾ ആർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് സെയിം വെലോസിറ്റി കിട്ടും. സോ നമുക്കൊരു കോൺസ്റ്റന്റ് പെരിഫറൽ വെലോസിറ്റിയിലാണ് നമുക്ക് റൺ ചെയ്യേണ്ടത്. പക്ഷേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടർ യൂസ് ചെയ്യണം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ടർ മീൻസ് പല ഡയമീറ്ററിലുള്ള കട്ടർ യൂസ് ചെയ്യണം. എനിക്ക് പല ഡയമീറ്ററിലുള്ള കട്ടർ യൂസ് ചെയ്യണം, പക്ഷേ എനിക്ക് വേണ്ട പെരിഫറൽ വെലോസിറ്റി സെയിം ആണെന്ന് വിചാരിക്കുക. സോ അന്നേരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സ്പിൻഡിലിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒമേഗ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം പെരിഫറൽ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് while the milling cutter rotates at a high speed, and because of the multiple points it remove metal at very fast rate in comparison with the other machine tools. നമ്മൾ നേരത്തെ പറഞ്ഞ ലേത്തിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് പോയിന്റ്സ് കൂടുതലാണ്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ റിമൂവൽ വിത്ത് ബെറ്റർ സർഫസ് ഫിനിഷ് ആയിരിക്കും നമുക്ക് മില്ലിംഗ് മെഷീനകത്ത് അച്ചീവ് ചെയ്യുന്നത്. ആൻഡ് ജോബ് ക്യാൻ ബി മെഷീൻ മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി. നമുക്ക് ഇതിനെ മെഷീനിങ് ചെയ്യുന്നതിന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫീഡ് കൊടുക്കാം, അല്ലെങ്കിൽ മാനുവൽ ഫീഡ് കൊടുക്കാം. മാനുവൽ ഫീഡ് കൊടുക്കുന്നതിന് ലേത്തിലെ പോലെ തന്നെ നമുക്കൊരു റൊട്ടേറ്റിംഗ് വീല് കാണും. സോ ആ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് ഫീഡ് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ലിവർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ഓട്ടോമാറ്റിക് ഫീഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മില്ലിംഗ് മെഷീനിൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫീഡ് ചെയ്ത് നമുക്ക് മെഷീനിങ് നടക്കുന്നതായിരിക്കും. സോ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ബൈ മില്ലിംഗ് വി ക്യാൻ പ്രൊഡ്യൂസ് ഫ്ലാറ്റ് സർഫസസ്. മെയിൻ ആയിട്ട് നമ്മൾ ഫ്ലാറ്റ് സർഫസസ് ആണ് ഉണ്ടാക്കുന്നത്. ഫ്ലാറ്റ് സർഫസിലേക്ക് ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫസ്, ഇവിടെ കാണുന്ന ഹൊറിസോണ്ടൽ ഫ്ലാറ്റ് സർഫസ്, വെർട്ടിക്കൽ ഫ്ലാറ്റ് സർഫസ്, ഈ സ്റ്റെപ്പിനകത്ത് വരുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള അതിനെ സ്റ്റെപ്പ് കട്ടിങ് നമ്മൾ പറയുന്നത്. സോ വെർട്ടിക്കൽ ഫ്ലാറ്റ് സർഫസ് ആൻഡ് ആംഗുലാർ ഫ്ലാറ്റ് സർഫസ്, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് സർഫസ്. അങ്ങനെയുള്ള ഫ്ലാറ്റ് സർഫസുകൾ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ആംഗുലാർ എല്ലാം ചെയ്യാം. ആൻഡ് ഫോം സർഫസ്, നമുക്കൊരു ഗ്രൂവ് പോലെ ഒരു കർവ്ഡ് ആയിട്ടുള്ള, ഞാൻ പെന്ന് യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ്, ഒരു കർവ്ഡ് ആയിട്ടുള്ള ഗ്രൂവ് ഒക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ഫോമിലേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഫോംഡ് സർഫസ് ആൻഡ് പ്രൊഫൈൽ മില്ലിംഗ്, ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഒരു പ്രൊഫൈൽ കാണാം, ആ പ്രൊഫൈലിലൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ പല പല ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മില്ലിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്ലോസപ്പ് ആയുള്ള രണ്ട് ഇമേജ് ആണ്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് മില്ലിംഗ് ആണ്. ഒന്ന് ഹൊറിസോണ്ടൽ മില്ലിംഗ് എന്നും ഒന്ന് വെർട്ടിക്കൽ മില്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സർഫസ് മില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് എൻഡിൽ നമ്മൾ ടൂൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഫേസ് ആണ്, ഇതിന്റെ ഈ സർഫസ് ആണ് ഇവിടെ മില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ രണ്ട് ഡയഗ്രവും മില്ലിങ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരെണ്ണത്തില് കട്ടിംഗ് ടൂള് നമ്മളൊരു വെർട്ടിക്കൽ സ്പിൻഡിലാണ്, ആദ്യത്തെ ഫിഗറിൽ വെർട്ടിക്കൽ സ്പിൻഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തേൽ ഹൊറിസോണ്ടൽ സ്പിൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ യൂസ് ചെയ്യുന്ന കട്ടറും വെർട്ടിക്കൽ സ്പിൻഡിൽ യൂസ് ചെയ്യുന്ന മില്ലിംഗ് കട്ടറും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് മില്ലിംഗ് മെഷീൻ വരുമ്പോഴത്തേക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. സോ ഇത് രണ്ട് ഓപ്പറേഷനും മില്ലിംഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലായിക്കോളാം. ഈ കാണിച്ചിരിക്കുന്നതും മില്ലിംഗ് ഓപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി മില്ലിംഗ് മെഷീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് മില്ലിംഗ് മെഷീൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അതിന്റെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡിസൈൻ, അതിന്റെ ഒരു ബേസിക് ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് കോളം ആൻഡ് നീറ്റ് ടൈപ്പ് ആൻഡ് ഫിക്സഡ് ബെഡ് ടൈപ്പ്, പ്ലാനർ ടൈപ്പ് ആൻഡ് സ്പെഷ്യൽ ടൈപ്പ്, ഇങ്ങനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണ്ടത് കോളം ആൻഡ് നീറ്റ് ടൈപ്പ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് കോളം ആൻഡ് നീറ്റ് ടൈപ്പ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് തന്നെ പിന്നെ ഫർദർ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ശരിക്കും ആ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, കോളം ആൻഡ് നീറ്റ് ടൈപ്പിന്റെ
ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. സോ കോളം ആൻഡ് നീ ടൈപ്പിനകത്ത് മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ, 3ആയിട്ട് പിന്നെ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോളം ആൻഡ് നീ ടൈപ്പിലെ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ, ദെൻ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ, ദെൻ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനെ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്നും പറയാറുണ്ട്. പ്ലെയിൻ മില്ലിംഗ് മെഷീൻ. ഓക്കെ, സോ എവിടെയെങ്കിലും പ്ലെയിൻ മില്ലിംഗ് മെഷീൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് മില്ലിംഗ് ആണ്? ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീന്റെ വേറൊരു പേരാണ്. ഓക്കെ, ഈ കാണുന്നതാണ് പ്ലെയിൻ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. എന്തിന്റെ ബേസിലാണ് ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്യുന്ന സ്പിൻഡിലിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് അതിന്റെ ഒരു ആക്ച്വൽ ഡയഗ്രവും അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രവും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്പിൻഡിൽ കാണാം. ഈ ഇതിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, ഈ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് കമ്പയർ ടു ദ ടേബിൾ ആണ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിലാണ് നമ്മൾ വർക്ക് പീസ് വെക്കുന്നത്. വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്നത് ടേബിളിലാണ്. സോ ഈ ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പിൻഡിൽ എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. ഓക്കെ, സോ ഒരു പാരലൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്പിൻഡിലാണ്. ഈ സ്പിൻഡിലാണ് നമ്മൾ എന്ത് ചെയ്തത്? കട്ടറിനെ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മില്ലിംഗ് മെഷീൻ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റി, ഇവിടെ കട്ടർ കൊടുത്തിട്ടില്ല, ആ സ്പിൻഡിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ഈ സ്പിൻഡിലിന്റെ എൻഡിൽ പറയുന്നതാണ് ആർബർ എന്ന് പറയുന്നത്. അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടർ കൊടുത്തിട്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ സ്പിൻഡിലിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ടർ ഹോൾഡ് ചെയ്യുന്നത്. സോ ഈ സ്പിൻഡില് നമ്മുടെ ഈ വർക്ക് പീസ് വെക്കുന്ന ടേബിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിരിക്കും, അല്ലെ? ഹൊറിസോണ്ടൽ ആണ്. സോ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് അതിന് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറഞ്ഞ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. മില്ലിംഗ് കട്ടേഴ്സ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആർബർ. സോ ഹൊറിസോണ്ടൽ ആർബറിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? മില്ലിംഗ് കട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്പിൻഡിൽസ് റൊട്ടേറ്റ്സ് ഹൊറിസോണ്ടലി ആൻഡ് പാരലൽ ടു ദ മെഷീൻ ടേബിൾ. മെഷീൻ ടേബിളിന് പാരലായിട്ടായിരിക്കും സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടേബിൾ മേ ബി ഫെഡ് എയ്തർ ബൈ ഹാൻഡ് ഓർ ബൈ പവർ അഗൈൻസ്റ്റ് ദ റൊട്ടേറ്റിംഗ് കട്ടർ. നമ്മളിത് ഇവിടെ കട്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കട്ടർ. കട്ടർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു നീ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ. ഇവിടെ നീ കൊടുത്തിട്ടുണ്ട്. സോ നീ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് മില്ലിംഗ് മെഷീന്റെ. സോ നീ നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? ഈ മില്ലിംഗ് കട്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുകയും അവിടെ വർക്ക് പീസിന് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെഷീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ടേബിൾ ഫീഡ് ചെയ്യുന്നത്, ടേബിളിന് ഫീഡ് കൊടുക്കുന്നത് നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ട്, ഇതിനകത്തൊരു വീല് കാണും, ഹാൻഡ് വീല് കാണും. സോ ഹാൻഡ് വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ടേബിളിന് ഫീഡ് കൊടുക്കാം. ഇതാണ് ടേബിൾ, അതിന് ഫീഡ് കൊടുക്കാം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫീഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ആണെങ്കിലും ഹൊറിസോണ്ടൽ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ് കമ്പോണൻസ് ഒക്കെ വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എന്താണെന്നുള്ള കാര്യം പറയാം. സോ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ കോമൺ ആയിരിക്കും. ഒന്നാമത്തത് ബേസ്. ഇതിന്റെ മെയിൻ പാർട്ടായിട്ട് വരുന്ന ഒന്നാണ് ബേസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ വെയിറ്റ് എല്ലാം താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും താഴെ വരുന്ന പോർഷനെയാണ് ബേസ് എന്ന് പറയുന്നത്. സോ ദ ഫൗണ്ടേഷൻ ഓഫ് ദ മെഷീൻ അപ്പോൺ വിച്ച് ഓൾ അതർ പാർട്സ് ആർ മൗണ്ടഡ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ് എന്ത്? ബേസ് എന്ന് പറയുന്നത്. ജനറലി മേഡപ്പ് ഓഫ് ഗ്രേ കാസ്റ്റേൺ. ഗ്രേ കാസ്റ്റേൺ വെച്ചിട്ടാണ് യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് മാനുഫാക്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ കോളം. കോളം ഇവിടെ നമുക്ക് കാണാം, ബേസിന്റെ ഒരു എൻഡില് വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു സ്ട്രക്ചർ ആണ് എന്ത്? കോളം എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻ സപ്പോർട്ടിംഗ് ഫ്രെയിം മൗണ്ടഡ് വെർട്ടിക്കലി ഓൺ വൺ സൈഡ് ഓഫ് ദ ബേസ്. ബേസിന്റെ ഒരു സൈഡിലായിട്ട് വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? കോളം എന്ന് പറയുന്നത്. ഈ കോളത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കിയേ. കോളത്തിനകത്താണ് നമ്മൾ നീ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ടേബിളും സാഡിലും ഒക്കെ വരുന്ന നീ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോളത്തിലാണ്. ഈ കോളത്തിനകത്തൂടാണ് നീ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യേണ്ടത്. ഇനി കോളത്തിനകത്ത് തന്നെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സ്പിൻഡിൽ വരുന്നത്. അതായത് നമുക്ക് ഇതിന്റെ മോട്ടർ, ഗിയർ അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? കോളത്തിനകത്താണ്. ഓക്കെ, സോ അത് നോക്കിക്കോണം. മോട്ടർ ആൻഡ് അതർ ഡ്രൈവിംഗ് മെക്കാനിസംസ് ആർ കണ്ടെയ്ൻഡ് ഇൻ കോളം. കോളത്തിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് ഗൈഡ് ദ നീ ഇൻ ദ വെർട്ടിക്കൽ ട്രാവൽ. നീയുടെ വെർട്ടിക്കൽ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന് സപ്പോർട്ട് ആയിട്ടുള്ള ഗൈഡ് കൊടുത്തിരിക്കുന്നതിനകത്ത് തന്നെയാണ്, കോളത്തിനകത്ത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നീ. ഈ കാണിച്ചിരിക്കുന്നതാണ് നീ. നീ എന്ന് പറയുന്നത് സാഡിൽ ആൻഡ് ടേബിളിനുള്ള സപ്പോർട്ടാണ്. സാഡിലും ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് സാഡിലും ടേബിൾ എന്ന് പറയുന്നത്. സോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ പാർട്ട് ഓഫ് മില്ലിംഗ് മെഷീൻ ആണ് നീ എന്ന് പറയുന്നത്. ദ നീ പ്രൊജക്ട്സ് ഫ്രം ദ കോളം ആൻഡ് സ്ലൈഡ്സ് അപ്പ് ആൻഡ് ഡൗൺ. ഈ നീയുടെ മൂവ്മെന്റ് ഓർത്ത് വെച്ചോണം. നീയുടെ മൂവ്മെന്റ് ലോഞ്ചിറ്റ്യൂഡിലാണോ, ട്രാൻസ്വേഴ്സ് ആണോ, വെർട്ടിക്കൽ അപ്പ് ആൻഡ് ഡൗൺ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. സോ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി അപ്പ് ആൻഡ് ഡൗൺ ആണ് നീയുടെ മൂവ്മെന്റ്. സോ ആൻഡ് ഇറ്റ് സപ്പോർട്ട് ദ സാഡിൽ ആൻഡ് ടേബിൾ. ഓക്കെ, സാഡിലും ടേബിളും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ നീയിലാണ്.
ആൻഡ് ദ നെക്സ്റ്റ് വൺ നീയുടെ മുകളിലായിട്ട് വരുന്ന സാഡിലാണ്. ദ സാഡിൽ സപ്പോർട്ട്സ് ആൻഡ് ക്യാരി ദ ടേബിൾ. ടേബിളിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് സാഡിലിന്റെ. ആൻഡ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ്, ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഞാൻ ഈ മൗസ് പോയിന്റർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൂവ്മെന്റ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് നമുക്ക് വർക്ക് പീസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സാഡിൽ യൂസ് ചെയ്യാം. സാഡിലിനകത്തും നേരത്തെ നീക്കകത്ത് നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ ഉണ്ടായിരുന്നു റൊട്ടേറ്റിംഗ് വീൽ ഉണ്ടായിരുന്നു പറഞ്ഞതിന്റെ കൂട്ട് തന്നെ സാഡിലിനെ കൺട്രോൾ ചെയ്യാനും ഒരു റൊട്ടേറ്റിംഗ് വീൽ ഉണ്ടാവും. സോ ആ റൊട്ടേറ്റിംഗ് വീൽ വെച്ചിട്ട് ഇതിന്റെ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ്, സാഡിലിന്റെ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ടേബിളിലാണ് നമ്മൾ വർക്ക് പീസ് ഡയറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ഫിക്സേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ടേബിളിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. സോ ദ ടേബിൾ റെസ്റ്റ് ഓൺ ദ വേസ് ഓൺ ദ സാഡിൽ. സാഡിലിനകത്തുള്ള ഗേറ്റ് വേസിലാണ് എന്ത് ചെയ്യുന്നത്, ടേബിൾ റെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സാഡിലിനകത്തുള്ള ഗേറ്റ് വേസിലാണ് ടേബിൾ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നീ സപ്പോർട്ട് ചെയ്യുന്ന എവിടെയാണ്? കോളത്തിനകത്താണ് നീ മൂവ് ചെയ്യാനുള്ള ഗേറ്റ് വേസ് കൊടുത്തിരിക്കുന്നത്. സാഡിൽ മൂവ് ചെയ്യാനുള്ള ഗേറ്റ് വേസ് കൊടുത്തിരിക്കുന്നത് നീയിലാണ്. ആൻഡ് ടേബിൾ മൂവ് ചെയ്യാനുള്ള ഗേറ്റ് വേസ് കൊടുത്തിരിക്കുന്നത് സാഡിലാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ ടേബിൾ റെസ്റ്റ് ഓൺ ദ വേസ് ഓൺ ദ സാഡിൽ ആൻഡ് ട്രാവൽസ് ലോഞ്ചിറ്റ്യൂണലി. നമുക്ക് ഈ കാണുന്ന സ്ക്രീനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലോഞ്ചിറ്റ്യൂണലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടേബിള് മൂവ് ചെയ്യുന്നത് ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആൻഡ് ഇറ്റ് സപ്പോർട്ട് ദ വർക്ക് പീസ്, ഫിക്സ്റ്റേഴ്സ് എക്സെട്ര. ഓക്കെ, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഫിക്സ്റ്റേഴ്സും ഒക്കെ കൊടുക്കുന്നത് ടേബിളിനകത്താണ്. ടേബിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കൊരു ഹാൻഡ് വീൽ ഉണ്ടാവുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓവർ ആം. ഈ കോളത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് മുകളിലായിട്ട് വരുന്നതാണ് ഓവർ ആം എന്ന് പറയുന്നത്. ഓവർ ആം എന്ന് പറയുന്നത് നമുക്ക് ഈ ടൂൾ കട്ടർ ഹോൾഡ് ചെയ്യാനുള്ള സാഡിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ആ കമ്പോണന്റ് ആണ് ഓവർ ആം എന്ന് പറയുന്നത്. ഈ ഓവർ ആമിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓവർ ആം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ആൻഡ് ഗൈഡഡ് ബൈ ദ ടോപ്പ് ഓഫ് ദ കോൾ ആൻഡ് ഇറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ആൻഡ് ഔട്ട് ബൈ ഹാൻഡ് ടു ദ പൊസിഷൻ ഓഫ് മാക്സിമം സപ്പോർട്ട് ഫോർ ദ ആർബർ ആൻഡ് ദെൻ ക്ലാമ്പ്. നമുക്ക് എവിടെയാണോ കറക്റ്റ് സപ്പോർട്ട് വരുന്നത് അവിടെ കൊടുത്തിട്ട് നമുക്ക് ആർബർ വെച്ചിട്ടൊക്കെ ഇത് ഈ കട്ടറിനെ എന്ത് ചെയ്യാം, നമുക്ക് ടൈറ്റ് ആക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ സ്പിൻഡിൽ വഴിയാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. എന്തിലേക്ക്? നമുക്ക് ടൂൾ കട്ടർ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ, ടൂളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ടൂളാണ് മില്ലി മെഷീനകത്ത് യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. സോ ഡെഫിനറ്റ്ലി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പവർ വേണം. അപ്പൊ ആ പവർ വേണ്ടിയിട്ട് മോട്ടർ കണക്ട് ചെയ്യും. സോ ത്രൂ സ്പിൻഡിലാണ് നമുക്ക് ഈ കട്ടറിലേക്ക് എന്ത് ചെയ്യുന്നത്, പവർ എത്തുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്ന കമ്പോണന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്പിൻഡിൽ നിന്നാണ്, ലേത്തിനകത്തൊക്കെ സ്പിൻഡിൽ നിന്ന് തന്നെയാണ്. സോ മൗണ്ടഡ് ഓൺ ദ അപ്പർ പാർട്ട് ഓഫ് ദ കോളം. നോക്കിയ സ്പിൻഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ കോളത്തിലാണ്, അപ്പർ പാർട്ട് ഓഫ് ദ കോളം. ഓർത്തിരുന്നോണെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സ്പിൻഡിൽ എവിടെയാണ്, ഏത് കമ്പോണന്റിലാണ് സ്പിൻഡിൽ വരുന്നത്? ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനകത്ത് ഏത് കമ്പോണന്റിലാണ് നമുക്ക് സ്പിൻഡിൽ വരുന്നത്? അത് കോളത്തിലാണോ, നീയിലാണോ, ഓവർ ആമിലാണോ, ബേസിലാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാം. സോ എവിടെയാണ് വരുന്നത്? സ്പിൻഡിൽ വരുന്നത് കോളത്തിനകത്താണ്. ഓക്കെ, mounted on the upper part of the column and it receives the power from the motor through belt, gears, clutch, etc. നമുക്ക് നോർമലി മെക്കാനിക്കൽ യൂസ് ചെയ്യുന്ന പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസിൽ ഗിയറോ ബെൽറ്റോ അതുപോലുള്ള ഡ്രൈവ്സ് ഒക്കെ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പവർ മോട്ടറിൽ നിന്ന് സ്പിൻഡിലേക്ക് എത്തിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഇൻ ഡിഫറെന്റ് സ്പീഡ് ബൈ ദ സ്റ്റെപ്പ് കോൺ പുള്ളി ഡ്രൈവ്. നോക്കി, നമുക്ക് ഗിയർ ഡ്രൈവ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കോൺ പുള്ളി എന്ന് പറയുന്നത് ഒരു ടേപ്പേഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്ക് പറയുന്നതാണ് ഈ സ്റ്റെപ്ഡ് കോൺ പുള്ളി എന്ന് പറയുന്നത്. ടേപ്പേഡ്, അതിനകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്ക് ബെൽറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്പീഡ് കിട്ടും. അതിനാണ് ഈ സ്റ്റെപ്ഡ് കോൺ പുള്ളി എന്ന് പറയുന്നത്. ഡിഫറെന്റ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, ലേത്തിലും മിക്കവാറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ മില്ലിംഗ് മെഷീനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡ്രൈവിംഗ് സിസ്റ്റം ആണ് ഈ സ്റ്റെപ്ഡ് കോൺ പുള്ളി എന്ന് പറയുന്നത്. സ്റ്റെപ്ഡ് കോൺ പുള്ളിയിൽ ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഈ ഫ്ലോർ മില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫ്ലോർ മില്ല് അരിയൊക്കെ പൊടിപ്പിക്കാൻ പോകുന്നിടത്ത് നമുക്ക് അതിങ്ങനെ മാറ്റിയിടുന്നത്, ബെൽറ്റ് മാറ്റിയിടുന്നത്. അവിടെ ശരിക്കും രണ്ട് സ്ഥലത്തോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡയമീറ്ററിൽ നമ്മളിങ്ങനെ സ്റ്റെപ്ഡ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പുള്ളിക്കാണ് നമ്മൾ എന്താ പറയുന്നത്, സ്റ്റെപ്ഡ് കോൺ പുള്ളി എന്ന് പറയുന്നത്. സോ ഓരോ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്ന നമുക്ക് സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. ഡയമീറ്റർ കുറയും തോറും സ്പീഡ് കൂടുന്ന രീതിയിൽ. ഓക്കെ, സോ സ്പിൻഡിലിനകത്ത് നമുക്ക് ഈ സ്റ്റെപ്ഡ് കോൺ പുള്ളി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഡ് അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, പെരിഫറൽ വെലോസിറ്റി സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ കട്ടറിന്റെ ഡയമീറ്റർ മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി എന്ന്, നമുക്ക് ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ മതി. ഈ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് കോൺ പുള്ളി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ആർബർ. എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്പിൻഡിൽ. ഇതാണ് സ്പിൻഡിലിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ വരുന്നതാണ് എന്ത്, ആർബർ എന്ന് പറയുന്നത്. സോ ആർബർ
എക്സ്റ്റൻഷൻ ഓഫ് സ്പിൻഡിലാണ് കട്ടർ മൗണ്ട് ചെയ്യുന്നത്. ശരിക്കും ആർബർ യൂസ് ചെയ്തിട്ടാണ്. ആർബർ റൈറ്റ് സൈഡിൽ നിന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കട്ടർ മൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം കാണുന്നത് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിൻഡിൽ എന്തായിരിക്കും, വെർട്ടിക്കൽ ആയിരിക്കും. നമുക്ക് റൊട്ടേറ്റിംഗ് കട്ടർ കൊടുക്കാനുള്ള സ്പിൻഡിൽ വെർട്ടിക്കൽ ആയിരിക്കും. ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ കൂട്ടൊക്കെ നമുക്ക് തോന്നും. ഒരു നോർമൽ ഡ്രില്ലിംഗ് മെഷീന്റെ, പക്ഷേ ഡ്രില്ലിംഗ് അല്ല ഇവിടെ നടക്കുന്നത്, മില്ലിംഗ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത്. സോ ഇവിടെ സ്പിൻഡിലുണ്ട്, ആർബർ ഇല്ല, ക്യുൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ക്യുല്ലിലേക്കാണ് നമ്മൾ സ്പിൻഡിൽ കണക്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഏകദേശം പഴയ പോലെ തന്നെയാണ്. നീയും കോളവും ബേസും എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. വർക്ക് ടേബിൾ, സാഡിൽ അതെല്ലാം അതുപോലെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ റൊട്ടേറ്റിംഗ് വീല് കാണാം, ഹാൻഡ് വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നീയുടെയും ടേബിളിന്റെ ഒക്കെ മൂവ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡ് വീൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യമേ കാണിച്ചിരുന്ന ആ ഡയഗ്രാം എന്ന് പറയുന്നത് ഇപ്പൊ എന്ത് ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതെന്തായിരുന്നു, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ ആണ് അല്ലെ. വർക്ക് പീസ് ഇങ്ങനെ ഹോൾ ചെയ്തിട്ടുണ്ട് ആൻഡ് സ്പിൻഡില് ആ ടേബിളിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ടേബിളിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ബൈ പൊസിഷൻ ഓഫ് സ്പിൻഡിൽ. Okay, so distinguished from the horizontal milling machine by position of spindle vertical or perpendicular to the work table. Okay, vertical എന്നോ അല്ലെങ്കിൽ perpendicular work table എന്നോ ഒക്കെ പറയുന്നത് സ്പിൻഡിലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് അതാണ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. The spindle rotates about the vertical axis. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും. ആൻഡ് സ്പിൻഡിൽ മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ബൈ ദ സ്പിൻഡിൽ ഫീഡ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ബോറിംഗ് പോലുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിന്, പോക്കറ്റ് മില്ലിംഗ്, ചെറിയ പോക്കറ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മില്ലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നതിന്, പ്രൊഫൈൽ മില്ലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ പ്രൊഫൈൽ കട്ട് ചെയ്തെടുക്കുന്നതിന്, ഒരു സർഫസിൽ ഒരു പ്രൊഫൈൽ കട്ട് ചെയ്തെടുക്കുന്നതിന്. ആൻഡ് കീവേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു സർഫസിൽ ചെറിയൊരു സ്ലോട്ട് പോലെ കട്ട് ചെയ്തെടുക്കുന്നതിനാണ് കീവേസ് എന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ കട്ട് ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, ഇമാജിൻ ചെയ്യാം. എല്ലാം ഇതുപോലുള്ള ഓപ്പറേഷൻ, ബോറിങ്, പ്രൊഫൈൽ മില്ലിങ്, ഒരു സർഫസിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു മില്ലിംഗ് കട്ടർ യൂസ് ചെയ്ത് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സ്ലോട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കീവേ കട്ട് ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. എന്ത് മെഷീൻ വേണം, വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ വേണം. ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ നമ്മൾ നോർമലി ആ ഒരു ഫേസ് സർഫസ് കംപ്ലീറ്റ് ആയിട്ട് മില്ല് ചെയ്യുന്നതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ടു ദ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ, ഇത് ആക്ച്വലി നമ്മുടെ പ്ലെയിൻ മെഷീൻ ഉണ്ടല്ലോ, അതിലേക്ക് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ആദ്യം പറഞ്ഞില്ലേ. സോ ഈ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ പോലെ തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇവിടെ നമുക്ക് ഈ ടേബിൾ ഉണ്ടായിരുന്നല്ലോ, ആ ടേബിളിനെ ടിൽറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം പറഞ്ഞ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ ടേബിൾ നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ജസ്റ്റ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് മാത്രമേ ഉള്ളായിരുന്നു അല്ലെ ടേബിളിന്. ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് മാത്രമേ ഉള്ളായിരുന്നു, സാഡിലിനാണ് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ്. ആ മൂവ്മെന്റ് കൂടാതെ ഇവിടെ നമുക്ക് ടേബിളിനെ ടിൽറ്റൂടെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഷീന് പറയുന്ന പേരാണ് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഈസ് സിമിലർ ഇൻ കൺസ്ട്രക്ഷൻ ദ പ്ലെയിൻ മെഷീൻ, ബട്ട് ഇറ്റ്സ് ടേബിൾ അപ്പാർട്ട് ഫ്രം ഹാവിംഗ് ദ മൂവ്മെന്റ്സ് ഇൻ 3 ഡയറക്ഷൻ. ശരിക്കും ടേബിളിൽ നമുക്ക് 3 ഡയറക്ഷനുള്ള മൂവ്മെന്റ് കിട്ടുന്നുണ്ട്. അത് മൂവ്മെന്റ് കിട്ടുന്നത് ഒന്ന് ടേബിളിന്റെ ഡയറക്റ്റ് മൂവ്മെന്റ് ആയിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ് കിട്ടും. സാഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് കിട്ടുന്നതിന്റെ കൂടെ തന്നെ ടേബിൾ മൂവ് ചെയ്യും. കാരണം സാഡിലിനകത്താണ് എന്തിരിക്കുന്നത്, ടേബിൾ ഇരിക്കുന്നത്. സോ സാഡിൽ മൂവ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ടേബിൾ മൂവ് ചെയ്യും. സോ സാഡിലിന്റെ ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് നമുക്ക് ടേബിളിന് കിട്ടും. ആൻഡ് നീയുടെ വെർട്ടിക്കൽ മൂവ്മെന്റ്, നീ നമുക്ക് മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ആ മൂന്നാമത്തെ ഡയറക്ഷൻ, സോ എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന 3 ഡയറക്ഷനിൽ നമുക്ക് ടേബിളിനെ മൂവ് ചെയ്യാൻ പറ്റും. ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിൽ. ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു ടിൽറ്റിംഗ് കൂടെ, ഒരു ആംഗുലാർ ടിൽറ്റിംഗ് കൂടെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും, ടേബിളിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സ്വില്ലിംഗ്. സോ അതിന് പറയുന്ന പേരാണ് എന്ത്, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ആംഗിൾ ഓഫ് ടിൽറ്റ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ ആംഗിൾ ഓഫ് ടിൽറ്റിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീനിൽ 45 ഡിഗ്രി ആണ്. സോ മാക്സിമം സില്ലിംഗ് ഈസ് 45 ഡിഗ്രി ബോത്ത് ഇൻ ദ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, 2 ഡയറക്ഷനോട്. ഇത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കട്ട് വേണം. സോ ഒരു ഇൻക്ലൈൻ കട്ട് വേണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഇൻ ഹെലിക്കൽ ഗിയർ, ഒരു ഹെലിക്കൽ ഗിയറിനകത്താണെങ്കിൽ ഹെലിക്കൽ ടൂത്ത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ് അല്ലെ. സോ ആ ചരിഞ്ഞ ടൂത്ത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിൾ എന്ത് ചെയ്യണം, നമുക്ക് ടിൽറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ because of this, the universal milling machine is suitable for milling helical gears, helical grooves, etc. So helical gears, helical grooves ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.